ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് 23,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ ക്രോസ് ചെയ്തുകൊണ്ട് 23,300 ഉള്ള അടുത്ത പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഈ ഒരു ബുള്ളിഷ് റിവേഴ്സൽ കൺഫേം ചെയ്യണമെങ്കിൽ നിഫ്റ്റി ഒരു 23,200 മുകളിൽ ഏകദേശം 23,300 മേലെ സസ്റ്റെയിൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ് കാണിച്ചാൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്ന് നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള മൂവ് ഇന്ന് നടന്നിട്ടുള്ളത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ച് നിഫ്റ്റി 50 സ്റ്റോക്കുകളിലാണ് വമ്പിച്ച മുന്നേറ്റം ഇന്നുണ്ടായത്. 44 നിഫ്റ്റി 50 സ്റ്റോക്കുകൾ മുന്നേറിയതായിട്ട് കാണാം. അതിൽ വെറും 4 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. റിലയൻസ്, TCS, ഇൻഫോസിസ്, HDFC ബാങ്ക്, അതുപോലെ എയർടെൽ, HUL, നെസ്ലെ, ടൈറ്റൻ, ബജാജ് ഓട്ടോ പോലെയുള്ള ലീഡിംഗ് ഹെവി വെയ്റ്റ് കമ്പനികളൊക്കെ 1% മുതൽ 2% വരെയുള്ള ഒരു അപ്സൈഡ് മൂവ് ഇന്ന് കാണിക്കുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ ദിവസം ഡൗൺ ആയ IT സെക്ടർ റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. IT സെക്ടറിൽ 1% മുകളിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിനുള്ള പ്രധാനമായിട്ട് കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ നടന്ന US ഫെഡ് റിസർവ് മീറ്റിംഗ്. ആ മീറ്റിങ്ങിൻ്റെ ഔട്ട്കമാണ്. അതായത് 2025 2 റേറ്റ് കട്ടിനുള്ള സാധ്യത ജെറോം പവൽ സൂചിപ്പിച്ചത് മാർക്കറ്റിൽ വളരെയധികം ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിനോട് US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ ജെറോം പവലിൻ്റെ റേറ്റ് കട്ട് അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചുകൊണ്ടുള്ള ആ തീരുമാനം പ്രഖ്യാപിച്ച പ്രസ് മീറ്റിൽ അദ്ദേഹം നടത്തിയ എക്കണോമിക് ഫോർകാസ്റ്റ് അത് അത്ര സുഖകരമായിരുന്നില്ല. വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു എക്കണോമിക് ഫോർകാസ്റ്റാണ് ജെറോം പവൽ നടത്തിയത്. കാരണം അമേരിക്കയുടെ GDP 2.1 നിന്ന് 1.7% ആയിട്ട് കുറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ PCE ഇൻഫ്ലേഷൻ അത് 2.5 നിന്ന് 2.8% ആയിട്ട് വർദ്ധിക്കുമെന്നും പറയുന്നുണ്ട്. കൂടാതെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഏകദേശം 4.3 നിന്ന് 4.4 ആയിട്ട് വർദ്ധിക്കുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോശമായ എക്കണോമിക് പ്രൊജക്ഷൻ പറഞ്ഞിട്ട് പോലും മാർക്കറ്റ് ഈ 2 റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിയത് ആ ഒരൊറ്റ കാരണത്താലാണ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ് കോൺഫറൻസിന് ശേഷം S&P 500 1% മുന്നേറിയതായി കാണാം. അമേരിക്കയുടെ പ്രധാനപ്പെട്ട മേജർ ഇൻഡെക്സുകളൊക്കെ ആ ഒരു മീറ്റിംഗ് ഔട്ട്കമ്മിനെ പോസിറ്റീവായിട്ട് സമീപിച്ചതായിട്ട് കാണാം. ഇന്ത്യയിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെയാണ് നിഫ്റ്റി ഇന്ന് തുടങ്ങിയത്. ഇന്നത്തെ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട സെക്ടറുകൾ ഇന്ന് ശ്രദ്ധ നേടുകയുണ്ടായി. അതിലൊരു സെക്ടർ അതിലുള്ള സ്റ്റോക്കുകൾ ഡൗൺ ആയതിൻ്റെ പേരിലാണ് ശ്രദ്ധ നേടിയെങ്കിൽ മറ്റൊരു സെക്ടർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള സെക്ടറാണ്. ഈ 2 കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലുള്ള ലീഡിംഗ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലിപ്പോൾ KEI ഇൻഡസ്ട്രീസ് അത് ഇന്ന് 13% ഫോൾ ചെയ്തു. അതുപോലെ പോളി ക്യാബ് 6.59% താഴത്തേക്ക് വന്നു. ഫിനോലെക്സ് കേബിൾസ് 4.45% താഴത്തേക്ക് വന്നു. അതുപോലെ ഹെവൽസ് 3.51% താഴത്തേക്ക് വന്നു. അപ്പോൾ ഇത്തരത്തിലെ വയേഴ്സ് ആൻഡ് കേബിൾ സ്റ്റോക്കുകളിൽ ഈ ഒരു ഫോളിന് കാരണമായിട്ടുള്ള റീസണിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല കേബിൾ സ്റ്റോക്കുകൾ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഏകദേശം 4 to 13% ഒരു ഡൗണാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന് കാരണമായത് അദാനി എൻ്റർപ്രൈസസ് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച ആ ഒരു ഫയലിങ്ങിൽ അവർ കൊടുത്ത ഇൻഫർമേഷനിൽ പറയുന്നത് അവരുടെ ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിട്ടുള്ള കുച്ച് കോപ്പർ ലിമിറ്റഡ് പ്രണീത ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ കീഴിലുള്ള പ്രണീത ഇക്കോ കേബിൾസുമായിട്ട് ഒരു 50-50 ജോയിൻറ്റ് വെഞ്ചർ ഇനീഷ്യേറ്റീവ് ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ ആ പ്രോസസ്സ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിലൂടെ അദാനി ഗ്രൂപ്പ് ഈ കേബിൾ ആൻഡ് വയേഴ്സിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുകയാണ്. അതിൻ്റെ മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മെറ്റൽ പ്രോഡക്ട്സ്, കേബിൾസ്, വയേഴ്സ്, ഇങ്ങനെ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലേക്കുള്ള ഒരു മാസ് എൻട്രിയാണ് അദാനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് കേബിൾ ആൻഡ് വയർ സ്റ്റോക്കുകളിൽ ഒരു പാനിക് സൃഷ്ടിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റോക്കുകളിൽ ഒരു സെൽ ഓഫ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ വിപരീതമായിട്ട് നമുക്ക് അദാനി എൻ്റർപ്രൈസസിൽ ഇന്ന് ഒരു അപ്സൈഡ് മൂവാണ്. അത് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദാനിയുടെ ഈ ഒരു മാസ് എൻട്രി കഴിഞ്ഞ ഒരു മാസം മുമ്പേ ബിർള ഗ്രൂപ്പ് അവരുടെ അൾട്രാടെക് സിമെൻറ്റ് വഴി ഇതേപോലെ തന്നെ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി 25 അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്ത് ഒരു അപ്രൂവൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഭാഗമായിട്ട് 1800 കോടിയുടെ ഒരു കാപ്പക്സ് അലോക്കേഷനാണ് ബിർള ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻറ്റേർണലായിട്ടും അതേപോലെ തന്നെ ബോറോയിങ്സിലൂടെയും അക്യുമുലേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അൾട്രാടെക് സിമെൻറ്റ് എന്ന കമ്പനിയെ ഒരു കോംപ്രിഹെൻസീവ് ബിൽഡിംഗ് സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന ലെവലിലേക്ക് ഉയർത്താനാണ് ബിർള ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിർള ഗ്രൂപ്പിൻ്റെ ഇനീഷ്യേറ്റീവിനോട് മത്സരിക്കാനാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പും വയേഴ്സ് ആൻഡ് കേബിൾസിൻ്റെ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെൻറ്റ് കുറേ കാലമായിട്ട് അൺഓർഗനൈസ്ഡ് സെക്ടറിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഓർഗനൈസ്ഡ് സെഗ്മെന്റിലേക്ക് വളർന്നു വരികയും ഓർഗനൈസ്ഡ് സെക്ടറിന്റെ ഒരു മാർക്കറ്റ് ഷെയർ അത് ഇപ്പോൾ FY19 ഏകദേശം 68% ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ FY24 73% ആയിട്ട് മാർക്കറ്റ് ഷെയർ ഉയർന്നിട്ടുണ്ട്. FY27 ആകുമ്പോഴത്തേക്കും ഏകദേശം 80% ആയിട്ട് ഉയരുമെന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ ഒരു പുതുതായിട്ടൊരു കമ്പനി ഈ വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവർ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഒന്ന്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് അവരുടെ പ്രൊഡക്റ്റിന് ഉണ്ടാവേണ്ടതുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ പ്ലെയേഴ്സ് ആയിട്ടുള്ള റെയിൽവേസ്, ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിലുള്ള കമ്പനികൾ, അതുപോലെ സോളാർ സെഗ്മെന്റിലുള്ള കമ്പനികളൊക്കെ ഈ പുതിയ വയേഴ്സ് ആൻഡ് കേബിൾസിന് അപ്രൂവൽ നൽകേണ്ടതുണ്ട്. അതന്നെ ഏകദേശം 6 to 24 months എടുക്കുന്ന ഒരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിലവിലെ ഈ രണ്ട് വലിയ ജയൻറ്റുകൾ ഈ കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അത് കുറച്ച് കാലമെടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വെല്ലുവിളികൾ നേരിടാൻ പോകുന്നത് അക്വിസിഷനിലൂടെയായിരിക്കും. ചെറിയ ചെറിയ കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും അവരുടെ സപ്ലൈ ചെയിൻ വർദ്ധിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയും പല സ്മോൾ സെഗ്മെന്റിലുള്ള വയേഴ്സ് ആൻഡ് കേബിൾ മാനുഫാക്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് കമ്പനികളുടെയും ഒക്കെ ഷെയറിൽ ഇന്ന് അപ്സൈഡ് മൂവ് ഉണ്ടായത്. ലീഡിംഗ് മാർക്കറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ ഡൗൺ ആയപ്പോൾ സ്മോൾ കമ്പനികൾ അപ്പാവാനുള്ള കാരണം ഈ കമ്പനികളെ ഭാവിയിൽ അദാനിയും ഈ ബിർള ഗ്രൂപ്പും ഒക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സൽ കേബിൾ എന്ന് പറയുന്ന ഷെയർ അപ്സൈഡ് ആയിട്ട് കാണാം. ജിഗർ കേബിൾസ് പോലെയുള്ള ചെറിയ ചെറിയ കമ്പനികൾ അപ്സൈഡ് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് FY24 80,000 കോടിയുടെ വാല്യൂ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആവറേജ് 9% ഒരു CAGR ഗ്രോത്തിലൂടെയാണ് ഈ സെഗ്മെൻറ്റ് വളരുന്നത്. നമ്മുടെ GDPയുടെ ഏകദേശം 1.5 മൾട്ടിപ്പിളാണ് നമുക്ക് ഈ വയേഴ്സ് ആൻഡ് കേബിൾസിൽ കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ മേഖലയിലുള്ള സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇതേപോലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന സെഗ്മെൻറ്റാണ് ഷുഗർ സ്റ്റോക്കുകൾ. ഇപ്പോൾ ബൽറാംപൂർ ചീനി, ഉത്തം ഷുഗർ, ദ്വാരകേഷ് ഷുഗർ, ധംപൂർ ഷുഗർ, റാണ ഷുഗർ, ഈത് പാരി, ശ്രീ രേണുക ഷുഗേഴ്സ്, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, പല കമ്പനികളും കഴിഞ്ഞ 1 വീക്ക് മുന്നേറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇന്ത്യയുടെ ആ ഒരു ഷുഗർ പ്രൊഡക്ഷൻ്റെ ഒരു ടാർഗറ്റ് 26.4 മില്യൺ ടൺ ആയിരുന്നു FY24-25 ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ അച്ചീവ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് കാണാൻ കഴിയുന്നത് 23.8 മില്യൺ ടൺ ഷുഗേഴ്സ് മാത്രമാണ്. ഇത് ഏകദേശം 90% ഇതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റിൻ്റെ ആ ലെവൽ വരെ എത്തുന്നുള്ളൂ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് കാരണമായത് മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ കരിമ്പുൽപാദന മേഖലയിലുണ്ടായ പ്രതിസന്ധിയാണ് ഷുഗർ പ്രൊഡക്ഷൻ കുറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഷുഗറിൻ്റെ പ്രൈസ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുകയാണ്. കൂടാതെ ഗവൺമെൻറ് ഇത്തനോൾ ബ്ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റുകളും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഷുഗറിൻ്റെ വൻ ഡിമാൻഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷുഗർ സ്റ്റോക്കുകളിൽ ഒരു പ്രതീക്ഷ ഇൻവെസ്റ്റേഴ്സിന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് ഈ സ്റ്റോക്കുകൾ കാണാൻ കഴിയുന്നത്. നമുക്ക് ഷുഗർ സ്റ്റോക്കുകളുടെ ഒരു മുന്നേറ്റം കഴിഞ്ഞ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ ഈത് പാരി 8.26% അപ്സൈഡ് പോയതായിട്ട് കാണാം. ബൽറാംപൂർ ചീനി 14% മുന്നേറിയായിട്ട് കാണാം. അതുപോലെ ത്രിവേണി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് 4.11% അപ്സൈഡ് പോയിട്ടുണ്ട്. ശ്രീ രേണുക ഷുഗർ 7% അപ്സൈഡ് ആയിരുന്നു. ബനാരി അമൻ ഷുഗർ 11% അപ്സൈഡ് പോയതായിട്ട് കാണാം. ഡാൽമിയ ഭാരത് 13% അപ്സൈഡ് ആയിട്ട് കാണാം. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ 5% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഷുഗർ സെഗ്മെൻറ്റുള്ള സ്റ്റോക്കുകളിൽ മൊത്തത്തിലൊരു ബുള്ളിഷ്നസ് രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാർക്കറ്റിലെ ഒരു റിക്കവറി നമുക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഇൻവെസ്റ്റേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് എന്നാൽ കൂടുതൽ കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ട ഒരു സമയം കൂടിയാണിത്. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന ചെറിയ ചലനങ്ങൾ പോലും വലിയ തോതിലുള്ള ഒരു ഫോള് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം സ്റ്റോപ്പ് ലോസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഏർപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.